നമസ്കാരം, ഞാൻ ഉണ്ണി ജോർജ്. വെൽക്കം ടു OMK ഫിഷിംഗ്. നമ്മളിന്ന് മീൻ പിടിക്കാൻ വേണ്ടി വന്നതല്ല. കാര്യം 2 ദിവസം, 2 അല്ല 3 ദിവസം നമ്മൾ രാവിലെ വൈകുന്നേരമൊക്കെ മീൻ പിടിക്കാൻ പോയി. നമസ്കാരം. നമ്മളിന്ന് ഏരി എന്ന് പറഞ്ഞിട്ടൊരു മീനിനെ പിടിക്കാൻ വേണ്ടി വന്നേക്കണേ. ഒന്നും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ പതുക്കെ മീൻ പിടുത്തം ഇന്ന് നടക്കില്ല. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് വൈകുന്നേരമാണ് വീഡിയോ ഉള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തിൻ്റെ വീട്ടിൽ കമ്പോല വലിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് നാരൻ ചെമ്മീൻ വാങ്ങിയിട്ട് അതിന് ഫ്രൈ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മളിന്ന് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂട്ടുകാരനുണ്ട്, കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ട് ചെമ്മീൻ വാങ്ങിക്കാം. ചെമ്മീൻ വാങ്ങിയിട്ട് നമുക്കിന്ന് ഫ്രൈ ചെയ്യാം. അപ്പോൾ രാവിലെ ഒരു 7 മണി ആയിട്ടുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയേക്കുന്നത്. ഇത് കുമ്പളങ്ങിക്കും എഴുവിനൊക്കെ ഇടക്ക് മുതുക എന്ന് പറഞ്ഞ സ്ഥലമാണ്. മുതുകല്ലട്ടാ, മുതുക എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. പക്ഷെ ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്കിടയ്ക്ക് ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. കുറച്ച് വെള്ളം എടുക്കണമെങ്കിൽ പോലും വള്ളത്തിന് വന്ന് വളരെ കഷ്ടപ്പെട്ടാണ് ഒരു വെള്ളമൊക്കെ എടുക്കണം. അപ്പോൾ അതേപോലെ കഷ്ടപ്പെടുന്ന ഒരു കൂട്ടുകാരനുണ്ട്. അവൻ്റെ വീട്ടിലെ കമ്പോലയിൽ നിന്ന് ചെമ്മീൻ മേടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. കൂട്ടുകാരൻ്റെ പേര് പറഞ്ഞില്ലല്ലോ, തോമസ് ചാക്കോ. ഞങ്ങൾ തൊമ്മയെന്ന് വിളിച്ചു. ഇതാണ് നമ്മുടെ മച്ചാൻ്റെ കമ്പോല. അപ്പോൾ കമ്പോല വലിയൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു വല അഴിച്ചു വെച്ചേക്കണേന്ന് തോന്നുന്നു. എനിക്ക് വലയൊക്കെ ചെറിയ പണിയുണ്ടായിരുന്നു പറയണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി അവൻ്റെ വീട് ഇതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോയിട്ട് ചെമ്മീൻ ഉണ്ടെന്ന് ചോദിക്കും. ചെമ്മീൻ ഉണ്ടെന്നാ പറഞ്ഞു. ഞാൻ വിളിച്ച് ചോദിച്ചാൽ തോമച്ചാ പോയി. ഓക്കെ. അപ്പൊ തോമാച്ചനില്ല, അവൻ വേറെ കണ്ട് പോയിക്കണേ. വേറെ കണ്ട് നിന്നിട്ടാ വീട്ടിലായിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ നമ്മള് ചെമ്മീൻ വാങ്ങിയിട്ടുണ്ട്. 1/2 കിലോ നാരൻ ചെമ്മീൻ, അതായത് നല്ല വലിയ ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ട് ആണോ. അപ്പം ഇതാണ് നമ്മളിന്ന് കൊണ്ടുപോയിട്ട് വറുക്കാൻ വേണ്ടി പോണം. അപ്പം നമ്മുടെ സുഹൃത്ത് വിനോദ് നമ്മുടെ ചാനലിൽ തുടങ്ങിയപ്പോൾ നമ്മൾ ഒരുപാട് സഹായിച്ച സുഹൃത്താണ്. അതുമാത്രമല്ല പുള്ളി ഒരു സംവിധായകൻ കൂടിയാണ്. അങ്ങൊരു ഇവിടെ ഇല്ല, നാട്ടിലില്ല, ഇപ്പം ആന്ധ്രയിലാണ്. അങ്ങൊരു കഴിഞ്ഞ ദിവസം ഒരു സാധനം കൊടുത്തു വിട്ടു. ഏതാണ്ട് നമ്മുടെ പേരൊക്കെ അടിച്ചിട്ട് ഒരു ടീഷർട്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സംശയമുള്ളൊരു കാര്യമാണ് നമ്മുടെ ചാനൽ എന്താണ്, അല്ലെങ്കിൽ ചാനലിൻ്റെ പേരെന്താണ്. അപ്പോൾ അതിനൊരു വഴിയും കൂടി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം ഇതാണ് സംഭവം. എന്താ മലയാളത്തിൽ നല്ല അടിപൊളിയായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആരും പറയരുത് നമ്മുടെ ചാനലിൻ്റെ പേരെന്താണെന്ന്. പിന്നെ ഈ വിനോദ്, പുള്ളിയുടെ കാര്യം പറയാനാണെങ്കിൽ പുള്ളി സംവിധായകനാന്ന് പറഞ്ഞില്ല. ഞാൻ പണ്ട് എഴുതിയൊരു കഥ പുള്ളി ഷോർട്ട് ഫിലിം ആക്കിയിട്ടുണ്ട്. പുള്ളിയും അർജുൻ കലാഭവൻ രണ്ടുപേരും കൂടി സംവിധാനം ചെയ്തിട്ട് ഷോർട്ട് ഫിലിം ആക്കിയിട്ടുണ്ട്. ഉടനെ തന്നെ വരും. അപ്പോൾ ടീഷർട്ട് അടിച്ചു തന്ന നമ്മുടെ പ്രിയ സുഹൃത്ത് വിനോദിന് പ്രത്യേകം നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു ഈ അവസരത്തിൽ. അപ്പോൾ ഇനിയിപ്പോൾ ആരും സംശയമൊന്നും പറയൂലല്ലോ നമ്മുടെ ചാനലിൻ്റെ പേരെന്താണെന്ന്. എനിക്ക് വായിച്ചു. ടീഷർട്ട് ലൂസ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ടീഷർട്ടിന്റെ പുറത്ത്. നമ്മുടെ ചെമ്മീൻ ഇവിടെ ഇരിപ്പുണ്ട്. ആദ്യം ചെമ്മീൻ കിള്ളണം. ചെമ്മീൻ കിള്ളി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ. അപ്പൊ ചെമ്മീൻ കിള്ളുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതായത് ചെമ്മീത്തിൻ്റെ ഈ തലയുണ്ടല്ലോ, അതിങ്ങനെ പയ്യെ എടുത്തങ്ങോട്ട് കളയാം. അങ്ങനെ നമ്മൾ കിള്ളി കളയണം. നമ്മുടെ ചൈനക്കാർ ഇതൊന്നും കളയാറില്ല. ശരിക്കും നമ്മൾ പറഞ്ഞാൽ ഇതൊന്നും കളയേണ്ട ആവശ്യമില്ല എന്ന് പറയണം. തല അങ്ങോട്ട് കളയുക. പിന്നെ അതേ ഇവിടെ വാലുണ്ട്. വാലിങ്ങനെ നമ്മൾ ഇതിവിടെ ഇങ്ങനെ ബലത്തിലൊന്ന് അമർത്തി കഴിഞ്ഞാൽ ഇതിങ്ങനെ തീട്ടിങ്ങനെ പോരും. കണ്ടാ വാലും പോന്ന്. വലിയ ചെമ്മീനായതുകൊണ്ടാണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. ചെറിയ ചെമ്മീനാണെങ്കിൽ ഭയങ്കര പണിയാണ്. തലയും വാലും കളഞ്ഞു കഴിഞ്ഞിട്ട് ഇതാണ് അതെ ഇതിവിടെ നടുക്ക് ഇത്തിരി ഉണ്ടാവും. അതെന്താ ഇങ്ങനെ ഒന്ന് പയ്യെ ഒന്ന് പൊളിച്ചെന്നാൽ അതിങ്ങനെ പോരും. കണ്ടാ പോന്ന്. ചെമ്മീൻ കിള്ളി കഴിഞ്ഞു. അത്രേ ഉള്ളൂ. നാരൻ ചെമ്മീൻ വലിയ ചെമ്മീനായതുകൊണ്ടാണ് സിമ്പിളായിട്ട് കിള്ളാൻ പറ്റുന്നത്. ചെറിയ ചെമ്മീനാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും. നമ്മൾ അതിലും പച്ച ചെമ്മീനാണ് തിന്നുന്നത്. അപ്പോൾ അതിട്ട് വേണേൽ കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചെമ്മീൻ കിള്ളി
നല്ല അടിപൊളിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കിള്ളി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെമ്മീൻ കുറച്ചുള്ളു. അതങ്ങനെയാണല്ലോ, തലയമാലും പോയി കഴിഞ്ഞപ്പോൾ ചെമ്മീൻ കുറച്ചുള്ളു. അപ്പോൾ ഇനി ഇതൊന്ന് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പ് കത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ചട്ടി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്, കുറച്ച് മഞ്ഞൾ, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ നമ്മൾ ചെറിയ ഉള്ളിയാണ് എടുത്തത്. ചെറിയ ഉള്ളി, ഇത്രയും സാധനങ്ങളും ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടാണ് നമ്മളിത് ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോകാം. അപ്പോൾ നമ്മളെ ചെമ്മീൻ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നതാണ്, വെള്ളത്താട് കൂടി തന്നെ. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ ഇടുകയും ചെയ്യാം. ഇനി നമ്മൾ ചെമ്മീൻ വറുക്കാനായിട്ട് ഉള്ള പരിപാടിയാണ്. അതിൽ വെച്ച് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകണം. കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി ആണ് ഇടുന്നത്, സവാളക്ക് പകരം ചെറിയ ഉള്ളിയാണ് ഇടുന്നത്. ചെറിയ ഉള്ളിയാണ് എപ്പോഴും നല്ലത്, കാര്യം നല്ല ടേസ്റ്റ് ചെറിയ ഉള്ളിക്കായിരിക്കും. കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ സവാള പെട്ടെന്ന് വാടി കിട്ടും. സോറി, സവാള അല്ല കേട്ടോ, ഉള്ളിയായിരുന്നു, ചെറിയ ഉള്ളി പറഞ്ഞപ്പോൾ മാറി. അപ്പോൾ ഇനി കുറച്ച് വേപ്പലയും പച്ചമുളകും കൂടി ഇടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളി വാടുന്നുണ്ട്. അപ്പോൾ കുറച്ച് തേങ്ങാക്കൊത്തുണ്ട്. ചെമ്മീൻ വറുക്കുമ്പോൾ തേങ്ങാക്കൊത്ത് ഇല്ലാണ്ട് എന്ത് ചെമ്മീൻ വറുക്കില്ല അല്ലേ? തേങ്ങാക്കൊത്ത് മസ്റ്റാണ്. തേങ്ങാക്കൊത്ത് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എല്ലാത്തിനും തേങ്ങാക്കൊത്ത് ഇടാറുണ്ടല്ലോ. തേങ്ങാക്കൊത്ത് ഇല്ലാണ്ട് എന്ത് ചെമ്മീൻ വറുക്കും. അപ്പോൾ സവാള തുടങ്ങി, നല്ലോണം വാടിയിട്ടുണ്ട്. നല്ലോണം വാടിയെന്ന് പറഞ്ഞാൽ ഒരു അത്യാവശ്യം ഫുള്ളായിട്ട് വാട്ടണ്ട. പിന്നെ നമ്മൾ മുളക് പൊടി ഇടുന്നതാണ്. മുളക് പൊടി അത്യാവശ്യം നല്ലപോലെ തന്നെ വേണം, കാര്യം ചെമ്മീൻ നല്ല ചോകാന്നിരിക്കണം. തുമ്മണ സമയം അപ്പോൾ സംഭവം മുളക് പൊടി നല്ലോണം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ ചെമ്മീൻ അതിൻ്റെ അകത്തേക്ക് ഇടുന്നതാണ്. ചെമ്മീനിട്ട്, അപ്പോൾ ചെമ്മീത്തിൻ്റെ കൂടെ തന്നെ അതായത് ചെമ്മീത്തിൻ്റെ മുകളിലേക്ക് കുറച്ച് ഗരം മസാല ചെമ്മീത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും, ഒരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ചെമ്മീത്തിൻ്റെ മുകളിൽ ഇട്ടിട്ടുണ്ട് ഗരം മസാല. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മതി. നമ്മുടെ പിള്ളേര് ദോലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിള്ളേര് ദോലടിക്കുന്നുണ്ട്. അപ്പോൾ നല്ല മ്യൂസിക് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. യുമാരിഞ്ഞ് എന്ന് പഠിച്ചു തരുവാവും. ഇത് കണ്ട എൻ്റെ പൊന്നെ, ആ ചെമ്മിൻ്റെ പുറത്തേക്ക് ആ ഒരു ചുവപ്പ് കളറ്, അതെ തേങ്ങാക്കൊത്തുമൊക്കെ പിടിച്ച്. പക്ഷെ എൻ്റെ പൊന്നെ ഇത് കാണണ്ടാവല്ലോ, അല്ല അടിപൊളി. ഒന്നും കൂടി ഒന്ന് വറ്റിക്കോട്ടെ, വറ്റിക്കഴിഞ്ഞ് നമുക്ക് എടുക്കാം.
അപ്പം നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡിയാണ്. അപ്പം ഇവനിൽ നിന്ന് എടുത്ത് കഴിച്ചാൽ മതി. ഓ ഇടിക്കാം. കൊണ്ടുപോടാ. ചെമ്മീൻ ഫ്രൈ റെഡിയാണ്. അപ്പോൾ ഇതിഞ്ഞ് കോരി നമ്മുടെ പാത്രത്തിലേക്ക് ഇട്ടാൽ മാത്രം മതി. അടപ്പേന്ന് എടുത്ത് ഇറക്കിയിട്ടും അവനിരുന്നിങ്ങനെ തിളച്ചോണ്ടിരിക്കണേന്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ അങ്ങോട്ട് കോരി ഇടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ റെഡിയാണ്. ഇത് കണ്ട. ഓക്കെ, ചെമ്മീൻ ഫ്രൈ റെഡിയാണ്. അപ്പോൾ ഇനി ഇതൊന്ന് കഴിച്ചു നോക്കിയാൽ മതി. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നമ്മുടെ അമ്മോ തൊടാൻ പറ്റില്ല കേട്ടോ. അടപ്പിന്ന് നേരെ കോരി വെച്ചേക്കണല്ലോ. ഭയങ്കര ചൂടാ. എന്നാലും തിന്നും. തേങ്ങാക്കൊത്ത ചെമ്മീനല്ലേ? ചെമ്മീൻ വായിൽ വെക്കാൻ പറ്റില്ല, ഭയങ്കര ചൂടായിരിക്കും. ഉപ്പുണ്ടായിന് തേങ്ങാക്കൊത്തിന്. അപ്പം ഇനി ചെമ്മീൻ തിന്ന് നോക്കാം. അപ്പം നമ്മുടെ ചെമ്മീൻ ഒരെണ്ണം ഇങ്ങനെ എടുത്തിട്ട് നല്ല ചൂടുണ്ട്. അത് നമ്മളിങ്ങനെ ഉണ്ടാ നമ്മുടെ തേങ്ങാക്കൊത്തും മസാലയും എല്ലാം ഉണ്ട്. അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് പയ്യെ ഇങ്ങനെ വായിലായിട്ട് ഇങ്ങനെ ഭയങ്കര ചൂടാണ്. പക്ഷെ ആ ചൂടോടുകൂടി കഴിച്ചാലല്ലേ നമ്മൾ ഇത്ര നേരം ഉണ്ടാക്കിയതിൻ്റെ ഒരു ഫീൽ കിട്ടുള്ളൂ. ചെമ്മീനൊന്നും പറയാനില്ല, പൊളിയാണ്. ഞാൻ ഈ ചൂടാടോടി വാരി തിന്നതേ, ഞാൻ അങ്ങനെ കഴിച്ച് കാണിച്ചാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുള്ളൂ. അതുകൊണ്ട് മാത്രം. നാട്ടിലെ തൊലി പോയാ ഇല്ല. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും അടുത്ത വീഡിയോസൊക്കെ, നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ചെമ്മീൻ തേങ്ങാക്കൊത്തിട്ട് വറുത്തത്. നല്ല എരിവുണ്ട് കേട്ടോ. പൊളി.